അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ട്രാവലിംഗ് തോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ പാലാ വഴിക്ക്, അതായത് പൊൻകുന്നത്ത് നിന്ന് അട്ടിക്കൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആണ്ടുംപടം ബിൽഡിങ്ങിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുവാണേ, നിങ്ങൾ കണ്ടോണേ. ചെല്ലുന്നത് ഒരു സകലകല വല്ലഭനാണ്, ഒരു ഗായകനാണ്, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ നിപുണനാണ്, അതുപോലെ നിമിഷ കവിയാണ്, ഒരു പ്രാസംഗികനാണ്, നല്ലൊരു മനസ്സിനുടമയാണ്. അത് മറ്റാരുമല്ല, 916 ഗോൾഡ് ജുവലറി ആൻഡ് സിൽവർ പാലസിൻ്റെ ഉടമ കൂടിയായ, പതിറ്റാണ്ടുകളായി സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തെ കുലപതി കൂടിയാണ് ഇദ്ദേഹം. പൊൻകുന്നം ഭാഗ്യാസ് 916 ഗോൾഡൻ ജുവലറി ആൻഡ് സിൽവർ പാലസിൻ്റെ ഉടമ കൂടിയായ നമ്മുടെ സ്വന്തം രാജീവേട്ടനെ പരിചയപ്പെടാം. വാ രാജീവേട്ടാ, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? മഴയൊക്കെ തണുപ്പിടിച്ചിരിക്കുമായിരിക്കും, സന്തോഷമായിട്ടിരിക്കുന്നു. വല്ലാത്ത ഒരു കാലാവസ്ഥയല്ലേ, മൊത്തം മഴയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമ്മുടെ ഈ ബിസിനസിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ? ബിസിനസിനെ ബാധിക്കും. ഒന്നാമത് മഴക്കാലം, പിന്നെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയുടെ ആ വിഷയങ്ങളെല്ലാം വരുമ്പോൾ പ്രത്യേകിച്ച് സ്വർണം ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ഏറ്റവും ആവശ്യമുള്ള സമയത്തല്ലേ വാങ്ങുള്ളൂ. ഈ മഴക്കാലത്ത് എല്ലാം കൊണ്ടും ഇച്ചിരി പുറകോട്ട് വരും. എങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പൊതുജനങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തന്ന സകലകലാവല്ലഭനായ നമ്മുടെ സ്വന്തം രാജീവേട്ടൻ. അപ്പോൾ രാജീവേട്ടാ, മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും ബിസിനസ് ഡൗൺ ആണെന്ന് പറഞ്ഞാലും രാജീവേട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങളത് വിശ്വസിക്കത്തില്ല. കാരണം പ്രേക്ഷകരെ, നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പുറത്തുനിന്ന് അറിഞ്ഞ് കേട്ടിട്ടാണ് രാജീവേട്ടൻ്റെ സ്ഥാപനത്തെയും കുറിച്ച് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. രാജീവേട്ട, ഇവിടുത്തെ പ്രത്യേകതകൾ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ, പിന്നെ രാജീവേട്ടൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് ഏകദേശം ഒരു 38-40 വർഷമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിർമ്മാണത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ജനങ്ങളുടെ അഭിരുചി അനുസരിച്ച് അവർക്ക് വേണ്ട ഏറ്റവും കമനീയമായ ആഭരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഈ നിർമ്മാണ പരിചയം കൊണ്ട് ഏറ്റവും വളരെ ഭംഗിയുള്ളതും ഏറ്റവും ആകർഷണീയവുമായ ആഭരണങ്ങൾ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ ലോ കോസ്റ്റായിട്ട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രാജീവേട്ടൻ തന്നെയാണ് ഇവിടെ സ്വർണം നിർമ്മിക്കുന്നതും അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്? മുഖ്യമായും ഞാൻ നിർമ്മിക്കുന്നുണ്ട്. കാരണം മറ്റാളുകൾക്ക് പണിയാൻ പറ്റാത്ത, നിർമ്മിക്കാൻ കഴിയാത്ത ആഭരണങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വെഡിങ് മാലകൾ, നവരത്ന മോതിരങ്ങൾ, അതെല്ലാം വളരെ മനോഹരമായിട്ട് അവർക്ക് മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നവരത്നങ്ങളിൽ പതിഞ്ഞ മോതിരങ്ങൾ, അത് രത്നങ്ങൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ രത്നങ്ങളൊക്കെ കണ്ടും കേട്ടും കയ്യിലെടുത്തും ഇങ്ങനെ പ്രവർത്തന പരിചയം കൊണ്ട് ആ രത്നങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള രത്നം ഏത്, അതിന് ഡിഫക്റ്റ് എന്തുണ്ട്, ഇതെല്ലാം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പിതാമഹന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവനുസരിച്ച് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനും ഏറ്റവും നല്ല രത്നങ്ങൾ തിരഞ്ഞ് കൊടുക്കാനും കഴിയും. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിയും. അപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഒരു സ്വർണ്ണം, ഒരു മാലയായാലോ വളയായാലോ മോതിരമായാലോ നമ്മുടെ മനസ്സിൽ കാണുന്ന ആ രീതിയിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജീവേട്ടൻ അത് ചെയ്തു കൊടുക്കും. ഞങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ രാജീവേട്ട, ഈ അടുത്ത് ഞങ്ങൾ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇളംകുളം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിടമ്പ് നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് 3-4 വർഷമായി അയ്യപ്പൻ്റെ തിടമ്പ്. അത് ഏകദേശം 1 വർഷം ഒക്കെ എടുത്താണ് അത് ചെയ്തു കൊടുത്തത്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അത് ഭംഗിയായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം. അത് ഈ പ്രേക്ഷകരെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് അങ്ങനെ അധികം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ തിടമ്പ്. വളരെ ചുരുക്കം, കേരളത്തിൽ ചുരുക്കം ചിലരൊക്കെ ഉള്ളൂ. അതിലൊരാളാണ് നമ്മുടെ രാജീവേട്ടൻ, അല്ലേ? അതെ. രാജീവേട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാജീവേട്ടൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം രാജീവേട്ടൻ നിർമ്മിച്ചാണ്? ഞാൻ നിർമ്മിച്ചാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ അതിശയം എന്ന് ചോദിച്ചാൽ പേരായി എഴുതിയിരിക്കുന്നവരാണ് ഇതിനകത്ത് പേര് കുത്തി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം, പിന്നെ നമ്മുടെ ഭാവന.
ഇതെല്ലാം ഒന്ന് സമന്വയിക്കുമ്പോഴാണ് അത്രയും നല്ലൊരു കലാസൃഷ്ടി രൂപം പ്രാപിക്കുന്നത്. വർഷങ്ങളൊരു പരിചയം. രാജീവേട്ട, നമ്മുടെ ഈ സ്ഥാപനം എത്ര വർഷമായിട്ടുണ്ട്? ഇതിപ്പം ഞാൻ 38 വർഷമായിട്ട് തുടർന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ആളുകളുടെ എല്ലാം നല്ല സഹകരണമുണ്ട്, എല്ലാം സംതൃപ്തമായിട്ട് പോകുന്നു, സന്തോഷത്തോടുകൂടി പോകുന്നു. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ രാജീവേട്ട, ഈ മൂക്കുകുത്ത്, കാതുകുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ നമ്മുടെ സ്വർണ്ണാഭരണം റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ സ്വർണ്ണാഭരണം ആരെങ്കിലും റിപ്പയറിങ് ചെയ്യാൻ വരുമ്പം നമ്മൾ അവരുടെ സമക്ഷത്തിൽ ത്രാസ വെച്ച് തൂക്കി കാണിച്ച് അവർക്ക് തൂക്കം എഴുതി സ്ലിപ്പ് കൊടുക്കും. അതിന് ശേഷമാണ് ഞങ്ങൾ റിപ്പയറിംഗ് രംഗത്തോട്ട് കിടക്കുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലിയിൽ തന്നെ മൂക്ക് കുത്തുകയും കാത് കുത്തുകയും ചെയ്യും. പഴുക്കത്തൊന്നുമില്ല, ഒരു കാലത്തും പഴുക്കത്തില്ല. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായ സ്ഥാനമുണ്ട് മൂക്ക് കുത്തുന്നതിനും കാത് കുത്തുന്നതിനും. അത് ആ സ്ഥാനം മാറിപ്പോയി കഴിഞ്ഞാലാണ് പഴുക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് അറിയാം, നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ, പരമ്പരാഗതമായിട്ടുള്ള കഴിവുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ രാജീവേട്ടൻ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. 100% വിശ്വസ്തയോടുകൂടി നമുക്ക് രാജീവേട്ടൻ്റെ കടയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ രാജീവേട്ടൻ, ഞാൻ വേറൊരു കാര്യം കേട്ടത്, നമ്മുടെ ബാങ്കിലൊക്കെ പണയം ഇരിക്കുന്ന സ്വർണം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് രാജീവേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് കേട്ടോ. അതെങ്ങനെയാണ് അത് അതിന്റെ പ്രോസസ്സിംഗ്? അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പൈസ കൊടുത്ത് എടുത്തിട്ട് അതിന്റെ മുന്തിയ വില തന്നെ കൊടുക്കും. ഏറ്റവും കൂടിയ വില തന്നെ അത് കൊടുക്കും. അപ്പോൾ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു ബാങ്കിൽ പണയം എടുക്കാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജീവേട്ടനെ സമീപിക്കാവുന്നതാണ്. അതിന്റെ എല്ലാവിധ ഹെൽപ്പുകളും രാജീവേട്ടൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, എന്തായാലും രാജീവേട്ടൻ്റെ കടയെക്കുറിച്ച്, രാജീവേട്ടൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു മെയിൻ സർപ്രൈസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു രാജീവേട്ടൻ തികഞ്ഞ ഒരു സംഗീതജ്ഞനാണ്, നല്ലൊരു ഗായകനാണെന്ന്. അദ്ദേഹത്തിൻ്റെ 2 വരി, ഒരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. വളരെ സന്തോഷമായിരിക്കും. रे भनि सरि नि सरि गरि रे सा सनि भरि सरि भनि भरि सरि गरि सनि सरि म भनि प प मरि पा मरि रे नि प प सनि भरि रे रे भनि सरि नि सरि गरि रे सा सनि भरि सरि भनि भरि सरि गरि सनि सरि म भनि प प मरि पा मरि रे नि प प सनि प रे सनि प प प गरि रे रे गरि रे रे सा सा प प रे रे गरि सनि प नि सरि सा 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 प प प रे 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 गरि सनि यंतरो मानो बाहुलो. അപ്പോൾ രാജീവേട്ടനും രാജീവേട്ടൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും ചോദിച്ചറിയുവാൻ ഈ കാണുന്ന നമ്പറിൽ 24 മണിക്കൂറും നിങ്ങൾക്ക് വിളിച്ചാൽ ഇതിന്റെ സേവനം ലഭ്യമാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു, കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമുക്കൊരു കൂട്ടുകാരിയെ കിട്ടിയിരിക്കുകയാണ്, ഒരു പെങ്ങളുകുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. പരിചയപ്പെടാം. എന്തുവാ പേര്? ശ്രുതിയുടെ വീട് എവിടെ? ചെങ്ങന്നൂർ. ഓക്കെ, ചെങ്ങന്നൂരുകാരെ ശ്രുതി. ഒരു ചെറിയൊരു കുസൃതി ചോദ്യം, അത് കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മാനം, കിടിലിൻ്റെ സമ്മാനം ചോദിക്കട്ടെ. അതായത് 50 തൊട്ട് 25 വരെ പുറകോട്ട് എണ്ണം, നിർത്താതെ എണ്ണം. 50, 49, 42 അങ്ങനെ നിർത്താതെ എണ്ണുവാണെന്നുണ്ടെങ്കിൽ കിടിലൻ സമ്മാനം. ശ്രമിക്കും. 50, 49, 48, 47, 46, 45, 45, 44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 31, 30, 29, 28, 27, 26, 25. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ശ്രുതി, നമ്മുടെ പെങ്ങളുകുട്ടി ചെങ്ങന്നൂരുകാരി കറക്റ്റായിട്ട് 50 തൊട്ട് പുറകോട്ട് എണ്ണിയിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ചെങ്ങന്നൂരുകാരി ശ്രുതി കറക്റ്റായിട്ട് 50 തൊട്ട് പുറകോട്ട് എണ്ണിയിരിക്കുകയാണ്. അപ്പം ട്രാവലിംഗ് തോട്ട്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമ്മൾ കൈമാറുകയാണ്. കൈയടിച്ചേ, പിടിച്ചു. കൈയടിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പൊൻകുന്നത്തുനിന്ന് പാലായ്ക്ക് പോകുന്ന റൂട്ടിൽ അധികമൊന്നും പോകണ്ട, നമ്മുടെ പൊൻകുന്നം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്റ്റിക്കർ ഹൗസ്, പൊൻകുന്നത്തെ ഏറ്റവും പ്രശസ്തമായ കടയാണ്. അതിനകത്ത് ഞങ്ങൾ ചാച്ചി എന്ന് വിളിക്കും. ആ ചാച്ചിയുടെ സ്റ്റിക്കർ ഹൗസിലെ വിശേഷങ്ങളുമാണ് നിങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത്. വാ. ചാച്ചി നമസ്കാരം. എന്നോട് വിശേഷം? ഇതെന്നെ ഒരു മൂടൗട്ട്. ഈ മഴ കാര്യങ്ങളൊക്കെ പിണങ്ങിയിരിക്കോ? മഴ മാറിയില്ലേ? വെയിലല്ലേ? മഴയുന്നോട് മാറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഈ മഴ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? പിന്നെ നല്ലപോലെ പണിയെ ബാധിച്ചായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ചാച്ചി എന്ന് പറഞ്ഞാൽ പൊറുകുന്നക്കാർക്ക് എല്ലാവർക്കും അറിയുള്ളൂ. നമ്മുടെ ചങ്കാണ്, നമ്മുടെ ചേട്ടായിയാണ്. ചാച്ചിയെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട
ട്രാവലിംഗ് തോട്ട്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചാനലിലെ പ്രേക്ഷകരോടൊന്ന് പറയാം. ഇവിടെ തന്നെ 30 വർഷമായി ഞാൻ ഈ കട തുടങ്ങിയിട്ട്. 30 വർഷമായി ഈ കട. അതായത് ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരുപാട് കടകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ സ്റ്റിക്കർ ഹൗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രശസ്തമാണ് ഇത്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കടയാണ് ഈ സ്റ്റിക്കർ ഹൗസ്. ഇവിടുന്ന് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പോയി വേറെ പല സ്ഥലങ്ങളിൽ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ സ്റ്റിക്കർ ഹൗസിൽ നമ്മുടെ ചാച്ചിയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചാച്ചി തന്നെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ചാച്ചി, നമ്മുടെ പ്രിയപ്പെട്ട ട്രാവലിംഗ് തോട്ട്സിൻ്റെ പ്രേക്ഷകരോട് ഈ സ്റ്റിക്കർ ഹൗസ് ഇതറിയത്തില്ലാത്ത പൊരുങ്ങുന്നകാരുമില്ല. ഇനി നമ്മളെ വെളിയിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഇതൊരു വെടിക്കെട്ട് സ്റ്റിക്കർ ഹൗസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്ത ഒരു സ്ഥാപനമാണിത്. ചാച്ചി, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്. നമ്മുടെ ക്ലോത്ത് പ്രിന്റിങ് മെയിനായിട്ട്, പിന്നെ ബോർഡ് വർക്കുകൾ, LED ബോർഡ് വർക്കുകൾ, പിന്നെ മെമൻറ്റോകൾ, സ്റ്റിക്കർ വർക്കുകൾ, പിന്നെ മഗ് പ്രിന്റിങ്. അതെ, മഗ് പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ, പിന്നെ ഫ്ലെക്സ് പ്രിന്റിങ്. ഇപ്പം ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല, അധികം ഇല്ല. പിന്നെ നമ്മുടെ ഈ പേര് എഴുതുന്ന ബോർഡില്ലേ, നെയിം ബോർഡുകൾ, LED ബോർഡ്, അത് നമ്മൾ ഇങ്ങനെ തളങ്ങി വരുന്നത്. LED ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അതാണ് സ്റ്റിക്കർ ഹൗസ്. പിന്നെ കീ കട്ടിങ്, സീൽ വർക്ക്, അതായത് ഇതല്ലേ സീൽ വർക്ക് ഉണ്ട്. നമ്പർ പ്ലേറ്റ്, വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രേക്ഷകരെ ഈ സ്റ്റിക്കർ ഹൗസ് ഒന്ന് മൊത്തം കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. ഈ സുഹൃത്തുക്കളെ, ഒരുപാട് പ്രിന്റ് ചെയ്ത ഫോട്ടോകൾ, കാര്യങ്ങൾ, ഫലകങ്ങൾ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലകങ്ങൾ, മെമൻറ്റോകൾ ഇവിടെ നിർമ്മിച്ചിരുന്നതാണ്. അതാണ് പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇതിന്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. ഭയങ്കര ക്രൗഡാണ്, തിരക്കാണ്. എന്നിരുന്നാലും വാ, നമുക്ക് കാണാം. കണ്ടോ, ഒരുപാട് സ്റ്റാഫുകളെ, കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാം വർക്കിലാണ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതിന്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്റ്റിക്കർ ഹൗസ്. ധൈര്യമായിട്ട് ഇവിടെ വരാം. അതുകൊണ്ടോ, നമുക്ക് ഏറ്റവും പ്രശസ്തമായ കടയാണ് സ്റ്റിക്കർ ഹൗസ്. കണ്ടോ, ഫലകങ്ങൾ കണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. ഒരുപാട് ഇതുണ്ട്, വെറൈറ്റി ഉണ്ട്. സാറേ, സ്റ്റിക്കർ ഹൗസിനെ കുറിച്ച് എന്തോ പറയാനുള്ളത്? നല്ലതല്ലേ പറയാനുള്ളത്, അതല്ലേ ഇവിടെ വന്നത്. പ്രേക്ഷകർ ഇവിടുത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്റ്റിക്കർ ഹൗസിനെ കുറിച്ച് എന്തോ പറയാനുള്ളത്? ഏറ്റവും നന്നായി ഭംഗിയായി കൃത്യമായി വർക്ക് ചെയ്ത്, കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഭംഗിയായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതി വർക്ക് ചെയ്തു. അതുകൊണ്ടല്ലേ ഇവിടെ ചാച്ചിയുടെ അടുത്ത് വരുന്നത്, അല്ലെ വേറെ എവിടെ? അതാണ് ചാച്ചി, അതാണ് സ്റ്റിക്കർ ഹൗസ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചാച്ചിയുടെ സ്റ്റിക്കർ ഹൗസിലെ ലേസർ പ്രിന്റിന്റെ സെക്ഷൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ ലേസർ പ്രിന്റിന്റെ. ഇതില് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം ഇത് എങ്ങനെ സംഭവം. കല്യാണക്കുറി, വെഡിങ് കാർഡ്, കല്യാണക്കുറി, വിസിറ്റിംഗ് കാർഡുകൾ, എല്ലാം ലേസർ പ്രിന്റ്. എന്തുണ്ടെങ്കിലും പേപ്പർ പ്രിന്റുകളെല്ലാം. പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കുന്ന മെഷീനാണിത്. ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കുന്ന മെഷീനാണ് ഈ ഇരിക്കുന്നത്. കൂട്ടുകാരെ, ഇത് കണ്ടോ, വെഡിങ് കാർഡാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വെഡിങ് കാർഡുകൾ ഇവിടെ ചാച്ചിയുടെ അടുത്ത്, അതായത് നമ്മുടെ സ്റ്റിക്കർ ഹൗസിൽ നൽകി തരുന്നത്. ഇത് കണ്ടോ, സ്റ്റിക്കർ ഹൗസിൽ ഒരു ആദ്യ കുർബാനയുടെ കാർഡാണിത്. ഇത് കട്ട് ചെയ്യുന്ന മെഷീനാണ്, ഇത് സ്കോർ ചെയ്ത മെഷീനാണ്. അതുപോലെ തന്നെ ഇത് ഇതും കണ്ടോ, എല്ലാവരും കണ്ടോ, ഇതും സ്കോർ ചെയ്യുന്ന മെഷീനാണ്, കട്ട് ചെയ്ത മെഷീനാണ് ഈ കാണുന്നത്. എന്നാണ് വിശേഷം? ഇവിടെ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്? 6 വർഷമായി. ഇവിടുത്തെ കിടിലൻ ഒരു ആർട്ടിസ്റ്റാണ് പൊരുങ്ങുന്നം. എവിടെ താമസിക്കുന്നത്? ഞാൻ കങ്ങല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കണ്ടോ, പല തരത്തിലുള്ള ഫ്രെയിമുകളുണ്ട്. ഇത് ഗ്ലാസിന്റെ ഫ്രെയിമുണ്ട്, അല്ലാത്ത ഫ്രെയിമുണ്ട്. സുൽഭായി, ഈ ഇരിക്കുന്നത് എന്തൊക്കെയാ? ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അടിക്കുന്ന ഡൈകൾ പറഞ്ഞ നമ്പർ പ്ലേറ്റ്. അതെങ്ങനെ അടിക്കും? അതിനകത്ത് ഇതിന്റെ മെഷീനകത്ത് വെച്ചിട്ട് നമ്മുടെ പല നമ്പറൊക്കെ അടിക്കും. അത് വെച്ചിട്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് അടിച്ചിട്ട് കറക്റ്റ് ഇവിടെ പിന്നെ ഈ മെഷീനകത്ത് കളർ അടിക്കും. അതിനകത്ത് കളർ അടിക്കും. ലൈറ്റ് ബോർഡുകളുണ്ട്, പല വെറൈറ്റിയിലുള്ള, നമ്മൾ പറയുന്ന രീതിയിലുള്ള ലൈറ്റ് ബോർഡുകൾ സ്റ്റിക്കർ ഹൗസിൽ നമ്മുടെ ചാച്ചി ചെയ്തു തരുന്നതാണ്. അടിപൊളി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കണ്ടോ, നിയോൺ ലൈറ്റ്സ് ആണ്. ഏത് ഫംഗ്ഷൻ എന്തിരുന്നാലും
നമ്മുടെ സ്റ്റിക്കർ ഹൗസ് അത് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. മഗ് നമ്മുടെ ഫോട്ടോ വെച്ച് മിതമായ നിരക്കിൽ. ഇത് കണ്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ചാച്ചിയുടെ സ്റ്റിക്കർ ഹൗസിലെ 4 കളർ മിഷൻ. ഇത് കണ്ടോ പ്രിന്റ് അടിക്കുന്നുണ്ടോ? എത്ര ക്ലാരിറ്റിയാന്ന് നോക്കിയേ, എന്നാ ക്ലാരിറ്റിയാന്ന് നോക്കിയേ. ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? 10 അടി വീതിയിലൊക്കെ 10 അടി വീതിയിൽ ചെയ്യാം. നമുക്ക് എത്ര നീളം വേണം ചെയ്യാം. എത്ര നീളം വേണം ചെയ്യാം? ഫ്ലെക്സ്, ക്ലോത്ത്, വിനൈല്. എങ്ങനെ? ഫ്ലെക്സ്, ക്ലോത്ത്, വിനൈല്, ക്യാൻവാസ്, വൺ വേ വിഷൻ, പല ഐറ്റംസ്. ഇത് ലേസർ കട്ടിംഗ് ആണ്. ലേസർ കട്ടിംഗ് മെഷീനാണ്. ഇതാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന മെഷീനാണ് നമ്മളിപ്പോ കണ്ടത്. ചാച്ചി ഇതന്നെ ചാച്ചി പോക്കറ്റ് ബാഡ്ജ് ചെയ്യുന്നത്. കിട്ടി. ഇതുണ്ടോ അതായത് ബാഡ്ജ് ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ നമ്മളിങ്ങനെ കുത്തി കിടക്കുന്നത്. അതുപോലെ വേറെ കാര്യം ചോദിക്കാനുണ്ട്. ഇതെന്തോ അത് ടീഷർട്ട് ടീഷർട്ട് ബനിയൻ ടീഷർട്ട്. അതായത് നമ്മുടെ ബനിയൻ നമ്മുടെ ബനിയൻ ടീഷർട്ട് മൾട്ടി കളർ പ്രിന്റിംഗ് ചെയ്യുന്നത് ടീഷർട്ട്. പിന്നെ ഇത് അതായത് എന്റെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ആ പടം നമ്മൾ പ്രിന്റ് ചെയ്ത് തരും. അടിപൊളിയായി. സ്റ്റിക്കർ സൂപ്പർ. കാണിച്ചു തരാം. ലാമിനേഷൻ മെഷീനാണ് ഈ ഇരിക്കുന്നത്. വെഡിങ് കാർഡ്, വിസിറ്റിംഗ് കാർഡ് എന്ന് സ്റ്റിക്കർ എന്ന് വേണ്ട സകല സാധനവും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. അടുത്തായിട്ട് നമ്മൾ സ്റ്റിക്കർ ഹൗസിലെ കാണാൻ പോകുന്ന സൺ കൺട്രോൾ ഫിലിം. ഇതേ കണ്ടോ വെറൈറ്റി സാധനങ്ങൾ ഇരിക്കുന്നേ കണ്ടാ കൂട്ടുകാരെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിക്കുന്ന ഫിലിമും ഇത് സൈഡ് ഗ്ലാസ് ഒട്ടിക്കുന്ന ഫിലിമുമാണ്. കണ്ടാ എന്തായാലും നമ്മുടെ സ്റ്റിക്കർ ഹൗസിന്റെയും ചാച്ചിയുടെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഓക്കെ ചാച്ചി, ഒത്തിരി സന്തോഷം. അടിപൊളിയായി. പ്രിയമുള്ള കൂട്ടുകാരെ, എന്നാണ് ദൈവം അനുഗ്രഹിച്ച് മഴ ഇച്ചിരി കുറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിങ്ങളൊരു അത്ഭുതം കാണിക്കാൻ പോവുകയാണ്. ഹോളി ഫാമിലി ഫോറിൻ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കടയാണ് ഡിലൈറ്റ്. വീട്ടിൻ്റെ ഉമ്പറത്ത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ ഭയങ്കര പ്രകാശമായിരിക്കും. അതുപോലെ പ്രകാശമുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ബാ എന്നോട് വിശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആണോ? മൊത്തം പ്രകാശമാണല്ലോ. നമ്മുടെ പേര് തന്നെ കണ്ടില്ലേ, ഡിലൈറ്റ് പ്രകാശപൂരം തന്നെയാണ്. ഡിലൈറ്റിന്റെ അർത്ഥം ഒന്ന് പറയാമോ? പ്രകാശപൂരം. പ്രകാശപൂരം എന്നാണ്. വെളിച്ചമേ നീ നയിച്ചാലും എന്നാണ് അതിന്റെ. വെളിച്ചമേ നീ നയിച്ചാലും. പ്രേക്ഷകരെ, വെളിച്ചമേ നീ നയിച്ചാലും എന്നാണ് ഡിലൈറ്റിന്റെ അർത്ഥം. അപ്പം ഇതിനെ കുറിച്ച് അതെ നമ്മുടെ ഡിലൈറ്റിന്റെ മുതലാളിയാണിത് ഇവിടെ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അറിയാം. ഇതുകൊണ്ടോ മൊത്തം അടിപൊളി എന്ന് പറയാൻ അടിപൊളി. അതായത് നമ്മുടെ ഡിലൈറ്റിന്റെ സാരഥി അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രേക്ഷകരെ പേരെന്ന് പറയാം. എൻ്റെ ഒരു മൈക്കിൾ. മൈക്കിളിന്റെ അർത്ഥം സെയിന്റ് മൈക്കിൾ. സെയിന്റ് മൈക്കിൾ അത് തന്നെ. അപ്പം കാവൽ മാലാഖ അത് തന്നെ, സെയിന്റ് മൈക്കിൾ. അപ്പം ഇതിനെക്കുറിച്ചുള്ള അതായത് നമ്മുടെ ഡിലൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മുടെ സെയിന്റ് മൈക്കിൾ, അതായത് മൈക്കിൾ അച്ചായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഒന്ന് പറയുമോ നമ്മുടെ കടയും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ? നമ്മുടെ കട എന്ന് പറഞ്ഞാൽ പൊൻകുന്നത്ത് ആദ്യമായിട്ട് ഇതുപോലെ ഫാൻസി ലൈറ്റുകളുടെ ഒരു ഷോറൂം പൊൻകുന്നത്ത് ആദ്യം തുടങ്ങുന്നത് നമ്മളാണ്. അതായത് ഒരു വീട്ടിലേക്ക് ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ റെനോവേഷൻ ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ലൈറ്റുകളും ഫാൻസി ലൈറ്റ്, ബൾബ് മുതൽ ഫാൻസി ലൈറ്റുകളടക്കമുള്ള എല്ലാ തരം ലൈറ്റുകളും ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരെ ഇത് കേട്ടോ, പുതിയൊരു വീട് വെക്കുകയാണെങ്കിലോ റിനോവേഷൻ ആണെങ്കിലോ എന്തുവാണെങ്കിലും മിതമായ നിരക്കിലല്ലേ? ഏറ്റവും മിതമായിരിക്കും. അത് കൂടാതെ സെയിൽസ് ആഫ്റ്റർ സർവീസ്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മേടിച്ച് കൊണ്ടുപോയാലല്ല പിന്നെ തിരിച്ച് ഉള്ള സർവീസ്, അവർക്ക് ടെക്നിക്കൽ ഗൈഡൻസ്, വാറണ്ടി പീരിയഡിൽ സാധനങ്ങൾ കൃത്യമായിട്ട് മാറിക്കൊടുക്കുന്നത്, അത്തരം സെയിൽസ് ആഫ്റ്റർ സർവീസും നമ്മൾ ഒന്നാമതാണ് വയ്ക്കുന്നത്. പ്രേക്ഷകരെ കേട്ടോ, ഏറ്റവും പ്രയോജനമുള്ള സ്ഥാപനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതാണ് സെയിന്റ് മൈക്കിൾ, നമ്മുടെ മൈക്കിൾ അച്ചായൻ്റെ ഈ ഡിലൈറ്റ് വന്നിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? ഇതല്ല, ഇത് കൂടാതെ ഇപ്പം നമ്മൾ വലിയ വീടുകളാണെങ്കിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഹൈ ടെൻഷൻ വർക്ക് ഉണ്ട്. അതിന് നമുക്ക് എറണാകുളത്ത് വേറെ ഡിവിഷനുണ്ട്, നമുക്ക് സിസ്റ്റർ കൺസേൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള വർക്കും. ഇത് കൂടാതെ നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് വേണോ, അതിന് നമുക്ക് പല ബേസ് ചെയ്ത് വേറെ ഡിവിഷനുണ്ട്. ഒരു മിനിറ്റ്, പ്രൊഡക്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കട്ടെ. അതെന്നാ വെച്ചാൽ
അത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികൾ, റോ സ്പൈസസ് കംപ്ലീറ്റ് 1% മായവും കലർപ്പും ഇല്ലാതെ 100% പ്യുവർ സ്പൈസസും പൊടികളും നമ്മൾ. കൂട്ടുകാരെ കേട്ടോ, ഇത് ചെറുതല്ല, വലുതാണ്. ഡീറ്റെയിൽസ് എന്ന് പറയുമോ? അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡയറക്റ്റ് ചിക്കമംഗ്ലൂരൊക്കെ പോലെയുള്ള സ്പൈസസിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും മുന്തിയ ഇനം പ്യുവറായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഓൺ മില്ലിൽ പൊടിച്ച് പാലയിലെ നമ്മുടെ പാക്കിംഗ് യൂണിറ്റിൽ സിപ്പ് ലോക്ക് പാക്കിൽ, അതായത് ലോക്കൽ പാക്കിംഗ് അല്ല, സിപ്പ് ലോക്ക് പാക്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കൂട്ടുകാരെ, നമ്മൾക്ക് ഈ വെറൈറ്റി ലൈറ്റുകളൊക്കെ ഒന്ന് കാണാം. നോക്കിയേ, എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. നോക്കി 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 നോക്കി, എന്റെ പൊന്നോ, കണ്ടോ കണ്ടോ കണ്ടോ, ഇഷ്ടം പോലെ വെറൈറ്റി ലൈറ്റുകളുണ്ട്. ഇത് കണ്ടോ, ഈ പൂ പോലെ നിൽക്കുന്നത് വട്ടം, ഇതിനെന്നാ പറയുന്നത്, ഇതിന്റെ പേരിന് വാൾ ലൈറ്റ്. ഇത് കണ്ടോ, വാൾ ലൈറ്റ്. ഇത് ഈ 8 ബോർഡിലുള്ള എല്ലാം വാൾ ലൈറ്റ്. ഈ 8 ബോർഡിലുള്ളതെല്ലാം വാൾ ലൈറ്റ് ആണ്. ഇതെല്ലാം വാൾ ലൈറ്റ് ആണ്. പ്രിയ കൂട്ടുകാരെ, ഇത് കണ്ടോ, എല്ലാം വാൾ ലൈറ്റ്സ് ആണ്, എല്ലാം വെറൈറ്റി ആണ്. ഇതാണ് ഡിലൈറ്റ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കയറി വരാൻ വേണ്ടിയിട്ട് തന്നെ പാടുപെട്ടു, കാരണം അതുപോലെ തിരക്കായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ ഞങ്ങൾ പിടിക്കുന്നത് കേട്ടോ. എല്ലാം വെറൈറ്റി, സൂപ്പർ എന്ന് പറയാ സൂപ്പർ, അടിപൊളി. കൂട്ടുകാരെ, ഇതെല്ലാം ഓൺ മെയ്ഡ് ആണ്, വുഡിന്റെ ആണ്. കണ്ടോ ലൈറ്റുകൾ കണ്ടോ, വുഡിന്റെ എല്ലാ വെറൈറ്റി കണ്ടോ കണ്ടോ, കിടിലൻ ലൈറ്റ്. എന്നെ വെറൈറ്റി ആണെന്ന് നോക്കിയേ, അടിപൊളി എന്ന് പറയാ സൂപ്പർ. ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഡിലേറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്നു പ്രേക്ഷകരെ. നമ്മുടെ പൊരുങ്ങുന്ന പാല ഹോളി ഫാമിലി ഫോറിൻ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷമായി? 7 വർഷം. 7 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. 101% വിത്ത് സർവീസ് അല്ലേ ചാ? അതെ, വിത്ത് സർവീസ്. ഇത് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റം പറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നേരെ അച്ചാരെ വിളിച്ചാൽ മതി. സർവീസ് ഓക്കെയാണ്. പിന്നെ ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ. ഇതാണ് രതീഷ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷോറൂം മാനേജർ, ടെക്നിക്കലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇവനാണ്. അപ്പം രതീഷ് ഭായി, എങ്ങനെയുണ്ട് കാര്യങ്ങള്? കുഴപ്പമില്ല. നമ്മൾ എന്താന്ന് പറയാന്ന് പറഞ്ഞാൽ, ഓരോ ദിവസങ്ങളും നമുക്ക് കസ്റ്റമർ കൂടി വരും. അങ്ങനെ വരട്ടെ, അതാണ് പ്രേക്ഷകരെ വേണ്ടത് അല്ലേ? അതായത് നമ്മളൊരു കടയിലോട്ട് വരുമ്പോൾ അവിടുത്തെ നമ്മുടെ കസ്റ്റമറെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു അതനുസരിച്ചേ നമുക്ക് ആൾക്കാർ വീണ്ടും വരുള്ളൂ. ഒരു കാര്യം പറയാനുണ്ട്, ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് സ്നേഹം വേണം. ഈ ബൾബ് മാത്രം വിറ്റാൽ പോരല്ലോ, സ്നേഹവും കൂടി കൂട്ടി വിറ്റാൽ അതിനകത്ത് കാര്യമുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ശരി, ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ടും അവർക്ക് വേണ്ട ടേസ്റ്റിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്ത്, അതായത് നമ്മുടെ വീട് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിലാണ് നമ്മൾ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് കേട്ടോ. പക്ഷേ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്, നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ലൈറ്റ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ്. ഇങ്ങനെ ലൈറ്റ് കിട്ടിയാലോ, അങ്ങനെ ചെയ്തു കൊടുക്കും. സമയം തരണമെന്ന് മാത്രം. സമയം തന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ കസ്റ്റമർ നമ്മൾ പറയാം നമുക്ക് ഈ മോഡൽ തന്നെ വേണമെന്ന് പറയുവാണെങ്കിൽ ആ സെയിം മോഡൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഡൽഹി മുതൽ നമുക്കുള്ള ലൈറ്റ്, ഈ ഫാൻസി ലൈറ്റുകളുടെ സോഴ്സസ് ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത്. ഈ ഡൽഹി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നടനെ ഓർമ്മ, എനിക്കിവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലുണ്ട് പിടി മൈക്കിളച്ചായന് എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ എപ്പോഴും കണ്ട് സുപരിചിതമായ മുഖമല്ലേ ജസ്റ്റിൻ വരെങ്കില് ഫ്ലവേഴ്സ് ടിവിയിലും എല്ലായിടത്തും നിങ്ങളെ കാണാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം കേട്ടോ. നാട്ടുകാരിലൂടെ അല്ലേ? ദൈവത്തിന് അനുഗ്രഹം പ്രേക്ഷകരെ. ഓക്കെ, അപ്പൊ സാറേ, ഓണം വരുവാണ്. അതെ, ഓണത്തിന്റെ ഓഫറുകൾ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ വർഷവും നമുക്കുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർഷവും ഉണ്ട് ഓഫർ. ഓഫറിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഫാൻസി ലൈറ്റുകൾക്ക് വിലക്കുറവുണ്ടാവും. ഒരു 30% വരെയൊക്കെ ഓഫർ ഉണ്ടാവും. കൂടാതെ ബൾബ് 100 രൂപയ്ക്ക് 3 ബൾബ്. 100 രൂപയ്ക്ക് 3 ബൾബ്. 100 രൂപയ്ക്ക് 3 ബൾബ് ഞാൻ കൊണ്ടുപോകണേ. തരാമല്ലോ. അങ്ങനെ ഫുൾ ഓഫറുകളാണ് ഓണത്തിന്. ഇപ്പൊ പകലാണ് നിങ്ങൾ കാണുന്നത്, രാത്രി ഈ വഴിക്ക് പോയാലുണ്ടല്ലോ, ഇവിടെ മാത്രമേ വെട്ടമുള്ളൂ. അപ്പൊ ചേച്ചി, എന്നാ പേര്? എന്റെ പേര് ബിജി. ബിജി, എവിടെ വീട്? എന്റെ വീട് എളമ്പള്ളി. എളമ്പള്ളി. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നത്? 2 വർഷം. 2 വർഷമായി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാ. ചേച്ചി എന്തുവാ പേര്? സാന്ദ്ര. സാന്ദ്ര എത്ര വർഷം ഇവിടെ? 2 വർഷമായി. 2 വർഷമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. പേര് എന്നാ ഉണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്?
അടിപൊളി. ജസ്റ്റിന് ഇവിടം വരെ വന്നു, നമ്മളെ കണ്ടു, വളരെ സന്തോഷം. ഓ. പക്ഷെ ഞങ്ങളുടെ അഭ്യർത്ഥനയുണ്ട്, ആ. ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി 1-2 മിമിക്രി നമ്പർ കാണിക്കാതെ ജസ്റ്റിനെ ഇവിടെ വിടില്ല. കാരണം നേരിട്ട് ഞങ്ങൾ കാണാനുള്ള ഭാഗ്യമല്ലേ ഈ മിമിക്രി ജസ്റ്റിന്. അപ്പൊ 1-2 മിമിക്രി ചെറുതായിട്ട് ചെയ്യാം. എന്റെ പൊന്നച്ചായ, എന്താ വെട്ടവും വിളിച്ചവും കാര്യങ്ങളൊക്കെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓഫർ ഞാൻ വരും, എനിക്കും 2-3 തരണം കേട്ടോ. മനസ്സിലായോ? മനസ്സിലായോ അച്ചായ? മനസ്സിലായോ സാറേ? ഞാൻ പൂജാറ്റിന്ന് വരുമോ? മനസ്സിലായില്ലേ എന്റെ പൊന്നച്ചായ? ഞാൻ വല്ല അത് കേട്ട് മനസ്സിലായി കളഞ്ഞല്ലോ. എന്റെ പൊണ്ണ്, എന്റെ വെട്ടമായിക്കോട്ടെ, മനസ്സിലായില്ലേ? എന്റെ രസമായിക്കോട്ടെ. ഇവിടെ വന്ന് ഇവിടുത്തെ ഇറങ്ങാൻ തോന്നില്ലത്, അതുപോലെ രസമാണ് എന്റെ വൈക്കളച്ചായ. കൂട്ടുകാരി അച്ഛൻ എന്നെ ഇവിടുന്ന് വിടത്തില്ല. ഇല്ല. എനിക്ക് രാവിലത്തെ കാപ്പി, ചോറ്, വൈകിട്ടത്തെ എല്ലാം മേടിച്ചു തരാന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ നിന്ന് ഫുള്ള് മ്യൂക്രി ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ രസം അച്ചായ ഇതെനിക്ക് തന്നുവിടുവോ? കൂട്ടുകാർ ഒരു കിടില സാധനം കാണിക്കുന്നത് ഇങ്ങോട്ട് നോക്കി. വലിയ വലിയ ഹോട്ടലുകൾ, അതുപോലെ വലിയ വലിയ വീടുകൾ, വലിയ വലിയ വീടല്ല, ഏത് വീട്ടിലും വെക്കാം, അതുപോലത്തെ കിടില സാധനം കണ്ടോ. ദാണ്ടിരിക്കുന്നത് വേറെണ്ണം. ആ ഓക്കെ, ദാണ്ടിരിക്കുന്നത് വേറെണ്ണം. അയ്യടാ, അടിപൊളി, സൂപ്പറേ. ഓക്കെ കൂട്ടുകാർ, ഇത് കണ്ടോ, നമ്മുടെ ഗേറ്റ് ലൈറ്റുകളാണ്. നമ്മുടെ ഗേറ്റിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളാണ് ഇത്. വെറൈറ്റി ലൈറ്റുകളാണ് മൊത്തം. കണ്ടോ എന്നാ വെറൈറ്റി, ഇതൊക്കെ കണ്ടോ എന്നാ വെറൈറ്റിയാന്ന് നോക്കി. സൂപ്പറേ. ജസ്റ്റ് ഇത് നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷെ നമ്മുടെ വേറൊരു പ്രോഡക്റ്റ്, ഫുഡ് പ്രോഡക്ട്സുള്ള കണ്ടോ, ഇതാണ് നമ്മളുടെ മസാല മുളക് പൊടി എന്ന് പറയുന്നത്. ഇത് 100% പ്യുവർ, എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു തരത്തിലും മായമില്ലാത്ത പൊടികളാണ്. ഈ ലൈറ്റ് പോലെ തെളിഞ്ഞു നിൽക്കുമോ? തെളിഞ്ഞു നിൽക്കും, മഞ്ഞളും തെളിഞ്ഞു നിൽക്കും. ഇതോടെ ഇത് പാക്കിംഗ് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി പാക്കിംഗ് ആണ്, സിപ്പ് ലോക്ക് പാക്കിംഗ് ആണ്. സുഹൃത്തുക്കളെ, വെറും 100 രൂപ തൊട്ടുള്ള ട്യൂബ് ലൈറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നമ്മുടെ പാലാവഴിക്കുള്ള ഹോളി ഫാമിലി ഫോറിൻ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിലൈറ്റിൽ നിങ്ങൾക്ക് ഇത് കേട്ടോ. വെറും 100 രൂപയേ ഉള്ളൂ. ധൈര്യമായിട്ട് വാന്നേ, ഒന്നും പേടിക്കണ്ട. നമ്മുടെ അച്ചായല്ലേ ഇവിടെ ഉടല്ലേ. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, വെറും 50 രൂപയ്ക്ക് വരെ ഡിലൈറ്റിൽ ബൾബുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ധൈര്യമായിട്ട് പോരെ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നല്ല സ്ഥാപനങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ട്രാവലിംഗ് തോട്ട്സിന്റെ ഉദ്ദേശം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടോ എന്താ ഇത്? നല്ല വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ. ഇതാണ് ഡിലൈറ്റ്. എന്ത് പ്രകാശമാണ് ജീവിതത്തിൽ വേണ്ടത്. ആ പ്രകാശമാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. വീടിൻ്റെ ഉമ്മറത്ത് നമ്മളൊരു നിലവിളക്ക് കത്തിച്ചു വച്ചാൽ അതിൻ്റെ ഒരു പ്രകാശമുണ്ട്. അതിൽ കൂടുതലുള്ള പ്രകാശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതാണ് നമ്മുടെ ഡിലൈറ്റ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇതെല്ലാം വെറൈറ്റി ഗേറ്റ് ലൈറ്റുകളാണ്. കണ്ടോ എന്തെല്ലാം വെറൈറ്റി. ഇതൊന്നുമല്ല, ഇത് കൂടുതൽ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളെ കാണിക്കാം. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഡിലൈറ്റിലെ അച്ചാൻ ഇവിടെ നിൽപ്പുണ്ട്. അച്ചാനുമായിട്ട് ബന്ധപ്പെടാൻ ഏത് സമയത്തും ഡിലൈറ്റുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ അച്ചാൻ്റെ നമ്പർ ഇതാണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. വീണ്ടും അടുത്ത യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. അച്ഛാ, അടിപൊളി, സൂപ്പർ. ഓക്കെ, കച്ചവടം പോട്ടെ. മഴയൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. എല്ലാം ദൈവാനുഗ്രഹം. പിന്നല്ലാതെ അതല്ലേ ഉള്ളൂ. പ്രിയ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാവഴിക്കുള്ള സപ്ലൈക്കോടെ ഫ്രണ്ടിലാണ്. ഇത് ഇവിടുന്ന്
ഇച്ചിരി ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ അട്ടിക്കലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം പൊൻകുന്നംകാർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു മുഖം, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മുഖമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. വാ. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം. ഹലോ ടുസ്റ്റി. ഹലോ ഹലോ. ഇത് പറയാൻ കാരണം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ പൊൻകുന്നത്തിൻ്റെ കലാകാരന്മാർക്ക് മാത്രമല്ല പൊൻകുന്നക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ പൊൻകുന്നത്ത് ഏറ്റവും പ്രശസ്തമായ ഭാരത് സൗണ്ട്സിൻ്റെ സാരഥി, പേര് ഗോപിനാഥൻ നായർ ചേട്ടൻ. ഗോപി ചേട്ടാ, എത്ര വർഷമായി ഭാരത് സൗണ്ട്സുകൾ? 40 വർഷമായിട്ട് ഞാൻ ഈ രംഗത്തുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗോപിച്ചേട്ടൻ ഒരു കാര്യം ചോദിക്കാം. ഗോപിച്ചേട്ടൻ ഒരു കലാകാരനാണോ? അല്ല, സൗണ്ട് സിസ്റ്റമായിട്ടൊക്കെ ഇരിക്കുമ്പം ഈ മൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പാടാനൊക്കെ തോന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കലാകാരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഗോപിച്ചേട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു കലവറ തന്നെ ഉണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താവോ? കാണിക്കാവോ ഞങ്ങളെ? ലൈനർ, എയറോൺസിന്റെ ലൈനറാണിത്. അപ്പോൾ അതോ ലോറൻസിന്റെ, ഇത് ലോറൻസിന്റെ അല്ലേ? പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ബേസ് ആണ്, റോക്കിന്റെ ബേസ്. എന്തിന്റെയാ? റോക്കിന്റെ ബേസ്. ഇവിടെ മാക്സിമം നമ്മൾ എത്ര വാട്സ് വരെ കൊടുക്കും? 60,000 വാട്ട് വരും. 60,000 വാട്സ് വരെ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഭാരത് സൗണ്ട്സിൽ. ബാക്കി എല്ലാ സ്പീക്കറുകളും ഉണ്ട്, കമ്പനി സാധനങ്ങളും, എല്ലാ കമ്പനി കൂടിയ സാധനങ്ങളാണ് ഇവിടെ. അതാണ് ഭാരത് സൗണ്ട്സിന്റെ പ്രത്യേകത. പിന്നെ ബാക്കി ഇതെല്ലാം മിക്സർ ഇങ്ങനെയുള്ള ഉപകരണങ്ങളായിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളാണ്. മൊത്തം ലൈറ്റിന്റെ ഒരു ശേഖരമാണ് ഇവിടെ അല്ലേ? അതെ. പിന്നെ ജനറേറ്ററുകളുണ്ട്. ഇതെല്ലാം പല റേറ്റിനുള്ളതായിരിക്കും. അതെ, ഇതൊക്കെ 1000 രൂപയ്ക്ക് റേറ്റിൽ കൊടുക്കുന്നതാണ്. മറ്റേ 800 രൂപയാണ്. 800. പിന്നെ ചെറുതെല്ലാം 300 രൂപ വരെയുള്ള 300 രൂപ വരെയുള്ളതുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ 1000 രൂപ മുതലുള്ള ജനറേറ്ററുകളെല്ലാം നിങ്ങൾക്ക് വാടകയ്ക്ക് ലഭ്യമാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. വാടകയ്ക്ക് കൊടുക്കുന്നതാണ്, മിതമായ നിരക്കിൽ. മിതമായ നിരക്ക് തന്നെ കൊടുക്കുള്ളൂ. അത് സൗണ്ട് സിസ്റ്റം ആയിക്കോട്ടെ, ജനറേറ്റർ ആയിക്കോട്ടെ, മിതമായ നിരക്കിലാണ് ഭാരത് സൗണ്ട്സിൽ ലഭിക്കുന്നത്. ഇതൊക്കെ അമ്പലത്തിലെ പേർക്കുള്ളതും പള്ളിയിലെ പേർക്കുള്ളതാണ്. ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ കോളാമ്പി കാണുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരിക. ഭഗീരഥപിള്ള വലിയ വെടിതാല് ചെറിയ വെടിതാല്. അപ്പൊ ഇത് LED പാറല്ലേ? കൂളറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? കൂളറുണ്ട്, എല്ലാം ഉണ്ട്. കൂളറുണ്ട്, ലൈറ്റുകളുണ്ട്. ലൈറ്റുകളുടെ പല വെറൈറ്റി ഉണ്ടല്ലേ? പല വെറൈറ്റിയിലുള്ള ലൈറ്റുകൾ. അതായത് 400 വാട്ട് മുതൽ 100 വാട്ട് വരെയുള്ള ലൈറ്റുകളുണ്ട്. ഇതെല്ലാം മിതമായ നിരക്കിലാണ്. എല്ലാം മിതമായ. ഇത് മുഴുവൻ പവർ ആംപ്ലിഫയർ ഇരിക്കുന്ന മുഴുവൻ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഗോപിച്ചേട്ടന്റെ ഭാരത് സൗണ്ട്സിലെ ഈ സൗണ്ടുകളുടെ കലവറ. അപ്പോൾ എന്തായാലും ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അറിയത്തില്ലാത്തവർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഗോപിച്ചേട്ടനുമായിട്ട് ഭാരത് സൗണ്ട്സുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ. മിതമായ നിരക്കിൽ നിങ്ങൾക്കത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഗോപിച്ചേട്ടാ, ഒത്തിരി സന്തോഷം. ഇനി ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടട്ടെ. പോയി. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇനി പൊൻകുന്നം ടൗണിലേക്ക് പോവുകയാണ്. വാ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് നമ്മുടെ പൊൻകുന്നം KSRTC ബസ് സ്റ്റാൻഡ് ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് വരാം. പ്രിയ കൂട്ടുകാരെ, ആ നിൽക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട സജിച്ചേട്ടൻ. സജിച്ചേട്ടൻ മുരുങ്ങത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു KSRTC ബസ്സിൻ്റെ ഡ്രൈവറാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. വാ സജിച്ചേട്ടാ, എന്നാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളും? നല്ല മഴ കാരണം ഞങ്ങൾ വെള്ളത്തിനകത്ത് മുടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആണല്ലേ? പിന്നെ ഇപ്പോൾ ഏത് റൂട്ടിലാണ് പോകുന്നത്? അങ്ങനെ ഇപ്പോൾ ഓഫീസ് വർക്ക് മാത്രം. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ നമ്മുടെ പൊൻകുന്നത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് സഹിച്ചേട്ടൻ. പൊൻകുന്നത്തിനെ കുറിച്ച് 2-3 വാക്ക് പറയും നമ്മുടെ പ്രേക്ഷകർക്ക്.
പൊന്നുകൂർ തന്നെ നമ്മൾ ജനിച്ചു വരുന്നത് ആടെ പറയാം വെള്ളപ്പൊക്കം പേടിക്കേണ്ട, കാറ്റ് മാത്രം പേടിച്ചാൽ മതി. വേറെ കൊണ്ട് നമ്മൾ സംയുക്തമായ രീതിയിൽ നമ്മൾ പൊന്നുന്നു. പേടിക്കേണ്ട കാര്യം പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ട്രാവലിംഗ് തോട്ട്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരത്തില്ല. ഇനി അടുത്ത എപ്പിസോഡോട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതിനെന്നെ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, അതെന്തും ആയിക്കോട്ടെ, സഹിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും യാത്ര വീണ്ടും തുടരും. ഓക്കെ, ലവ് യു ഓൾ.